ഹലോ ഗൈസ്, ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. സാധാരണ നിങ്ങളുടെ അടുക്കളയ്ക്കല്ലേ കാണാറ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദുവിന് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എന്നും ഡെയിലി ഒന്നും ഞാനത് ചെയ്യില്ല, എനിക്ക് തോന്നണം. എന്നാലും ഒരാഴ്ചയിൽ ഒരു 2 ദിവസം ഞാനത് ചെയ്യും. 2 ദിവസം ചെയ്തില്ലെങ്കിലും ഒരു ദിവസം ചെയ്യും. ഇവരിപ്പോൾ കിടക്കുമൊന്നുമില്ല കേട്ടോ. ആദ്യം ഞാൻ കിടന്നുകൊണ്ടൊക്കെ എനിക്ക് മസാജ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഇവൻ കിടന്നാൽ കമന്ന് ഇതൊക്കെ ആക്കും. പിന്നെ ഞാൻ ഇരുന്നും ഒക്കെയാണ് ഇവനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആള് അപ്പം അങ്ങനെ കിടക്കുക അല്ലെങ്കിൽ അടിഞ്ഞു ഒതുങ്ങി ഇരിക്കുകയൊന്നുമില്ല. ആളെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പോരാത്തതിനാക്കിയപ്പോൾ അവൻ്റെ കൂടെ ഓടിക്കളിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അത് കാണുന്നുണ്ടല്ലോ. സോ ഭയങ്കര പാട്ടിട്ടാണ് ഞാൻ ഈ ഓയിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓയിലൊക്കെ മസാജ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുത്തും. ആ നേരം കൊണ്ട് ഞാൻ ഇക്കാക്കുള്ള പാലൊക്കെ തിളപ്പിച്ചു. പിന്നെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ. അപ്പം ഞാൻ ഏത്തപ്പഴം നെയ്യിൽ വാട്ടാൻ വെച്ചിട്ട് അവന് ഇഷ്ടമാണ്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഞാനത് കൊടുത്തിട്ട് വേണം കൊച്ചിനെ കുളിപ്പിക്കാൻ. കൊച്ചിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവന് സ്ഥിരം പരിപാടിയാണ് ഈ ജനലിൻ്റെ മുകളിൽ കയറൽ. ഇത് ഇക്കാക കാട്ടിക്കൊടുത്ത ടൈം ആക്കിബ് കാട്ടിക്കൊടുത്തതാണ്. അവന് തേക്കട്ടെ എൻ്റെ കൈ തരാൻ പറയുന്നതാണ്. ആ കൈ പിടിച്ചിട്ട് അവൻ്റെ ആ കാല് പൊക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറും. ഇപ്പം നേരത്തെ അവൻ എവിടെയെങ്കിലും കിടന്നോളൂ. ഇപ്പോൾ കണ്ണ് തെറ്റാൻ പറ്റില്ല. ഇവൻ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനെ ഞാൻ കിടത്തി ഉറക്കി. പിന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ചു. ഇക്കാക്കയുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചതാട്ടോ. ബട്ട് ഇക്കാക്ക തട്ടിക്കളഞ്ഞു കേസ്. പിന്നെ ഞങ്ങളന്ന് ഞായറാഴ്ച ആയിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊന്ന് എൻ്റെ വാപ്പാടെ ബ്രദറിൻ്റെ വീട്ടിലൊന്ന് പോയി. കൂടെ എൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് വാപ്പാടെ ബ്രദറിൻ്റെ മോന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി അവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്, കാരണം മക്കളെ അവർ ഏറ്റെടുത്തോളും. അപ്പം ഞാൻ ആദൂനെ അവളെ ഏറ്റെടുത്തു. ആക്കിയത് എൻ്റെ അനിയത്തി പിടിച്ചോണ്ട് നടക്കണ്ട. ആക്കിയപ്പോൾ അവിടെ പോയാൽ അടങ്ങിയിരിക്കൂല കേട്ടോ. അവനിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണം. ഇവരുടെ ഫ്രണ്ടിൽ നല്ല രസം കേട്ടോ, പാടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.